പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്ന മണിക്കൂർ നമ്മുടെ മേലും ആരുടെ എല്ലാം മേൽ ദൈവകരുണ വർഷിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ മാരകമായ രോഗം ബാധിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളായിരിക്കാം, സാമ്പത്തികമായിട്ട് ഒരുപാട് ക്ലേശം അനുഭവിക്കുന്നവരായിരിക്കാം. എന്തുമാകട്ടെ, നമുക്കവരെ മനസ്സിൽ കണ്ട് അവരെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ജ്ഞാനം 12:13 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ അൾത്താരയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സമയം, അവിടുത്തെ നമ്മൾ പരസ്യമായി ആരാധിക്കുന്ന സമയം, നമ്മുടെ പല കെട്ടുകളും അഴിയുന്ന സമയം, നമ്മുടെ പല ആവശ്യങ്ങളും നടന്നു കിട്ടുന്ന സമയം, ദൈവത്തിൻ്റെ അതിരറ്റ കരുണ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുന്ന സമയം. ആ ബോധ്യത്തോടെ അല്പസമയം ദൈവത്തെ നമുക്ക് സ്വതന്ത്രമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊന്ന് ഏർന്നങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്വസ്ഥാനങ്ങളിരിക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ മണിക്കൂറാണ്. ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ഈ ദൈവം വചനത്തിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിലേറ്റവും ആശ്വാസം പകരുന്ന ഒരു കാര്യം, നമുക്ക് ദൈവ കോപത്തിനാണ് അർഹതയെങ്കിൽ പോലും ആ കോപം കരുണയാക്കി മാറ്റാനുള്ള ഒരു മാർഗമുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 മക്കബായർ 8-ാം അധ്യായം 5-ാമത്തെ വചനം. 2 മക്കബായർ 8:5 നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കോപം കരുണയായി മാറാനുള്ള സാധ്യത പോലുമുണ്ട്. ഇനി അതിന് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ കരുണയിൽ പ്രത്യാശ അർപ്പിക്കുക, അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുക. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 27-ാമത്തെ വചനം, അതിന് തൊട്ടു മുമ്പുള്ള വചനങ്ങളെല്ലാം ആഹാബ് രാജാവിന് എതിരായിരുന്നു. അവൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും, കാരണം അവൻ മൂലം നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അവൻ അനുദപിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം അവിടെ നമുക്ക് കാണാൻ പറ്റും. 27-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, ആഹാബ് രാജകീയ വസ്ത്രം മാറ്റി, പകരം ചാക്കൊടുത്തു, നേത്തെല്ലാം ചാരമാരിയിട്ടു, ഉപവസിച്ചു, അനുതാപത്തോടെ ദൈവത്തിൻ്റെ കാരുണ്യം യാചിച്ചു. അപ്പോൾ സംഭവിച്ചൊരു കാര്യം, കർത്താവ് തന്നെ മനസ്സ് മാറ്റി. അവിടുന്ന് പറഞ്ഞൊരു കാര്യം, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടതായി ഞാൻ കണ്ടു, അതുകൊണ്ട് അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ ഞാൻ മാറ്റിവിടുന്നു. ക്രോധം ജ്വലിച്ചിരുന്നിടത്ത്
അത് മാറിയിട്ട് കരുണ വർഷിക്കപ്പെടുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. 2 മക്കബായർ 8:5, 1 രാജാക്കന്മാർ 21:27 നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. പറയുന്നുണ്ട്, നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും ദൈവകരുണയ്ക്ക് നമുക്ക് അർഹതയുണ്ട്. അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയുമ്പോൾ, പാപം പരിത്യജിക്കുവാൻ നമ്മൾ തീരുമാനമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സാധ്യമാകും എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് ഏതാനും ചില വചനഭാഗങ്ങൾ കൂടി എടുക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 24-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവകരുണ കിട്ടാൻ നമ്മൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കണം. ദൈവമക്കളുടെ ഒരു മുഖമുദ്രയായി മാറേണ്ട ഒരു കാര്യമാണ് പ്രത്യാശ. കാരണം ദൈവമക്കൾക്ക് പ്രതികൂലങ്ങൾ വരും. 2 തീമോത്തി 3:12 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. എന്താ ദൈവമക്കളിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചിരിക്കുന്നത്? എഫേസസ് 1:5 വായിച്ചാൽ 4-5 വചനങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് ദൈവമക്കൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. കാരണം അവർ വിശുദ്ധരായി ജീവിക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാൻ, ലോകത്തിൻ്റെ സ്വന്തമാകാതിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവർക്ക് പീഡനങ്ങൾ ഉണ്ടാകും, സഹനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെടുക്കാൻ തയ്യാറാകണം. ഇനി അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. പണം നഷ്ടപ്പെട്ടേക്കാം, പ്രത്യാശ നഷ്ടപ്പെടണമെന്നില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം, പ്രത്യാശ നഷ്ടപ്പെടണമെന്നില്ല. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ നഷ്ടമായി എന്ന് വന്നേക്കാം, പ്രത്യാശ നഷ്ടപ്പെടണമെന്നില്ല. ലോകത്തിൽ ഒരു നഷ്ടവും വന്നില്ല. പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിലോ എല്ലാം പോയി. ഈ ലോകം മുഴുവൻ നേടിയാലും ഒരുവൻ തൻ്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ അവൻ എന്ത് നേടി എന്നുള്ളത് മത്തായി 16:26 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മുഖമുദ്രയായി മാറേണ്ടത് പ്രത്യാശയാണ്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ദൈവ കരുണ ലഭിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജെറമ്യായുടെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 14-17 വചനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യാശയ്ക്കുള്ള ഒരു വക അവിടെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് 14-ാം അധ്യായം പറയുകയാണ്, നിന്റെ നിരവധിയായ അകൃത്യങ്ങൾ മൂലം ഞാൻ നിന്നെ മുറിപ്പെടുത്തി. നിരവധിയായ അകൃത്യങ്ങൾ. പക്ഷെ കർത്താവ് പറയാണ് 17ലേക്ക് വരുമ്പോൾ, നീ എൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ നിന്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്താം. മുറിപ്പെടുത്തിയത് മറ്റുള്ളവരാണെങ്കിലും സുഖപ്പെടുത്തേണ്ടത് കർത്താവാണ്. പറയൂട്ടി, സൗഖ്യത്തിനായി ദൈവകരുണയ്ക്കായി നമ്മൾ തിരിയേണ്ടത് മനുഷ്യരിലേക്കല്ല. അവരെ കുറ്റപ്പെടുത്തിയിരുന്നത് കൊണ്ടും നമുക്കൊരു കരുണയും കിട്ടാൻ പോകുന്നില്ല, സൗഖ്യം കിട്ടാൻ പോകുന്നില്ല. പക്ഷെ കർത്താവിലേക്ക് തിരിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം പാലിച്ചാൽ, കർത്താവിൻ്റെ നാമത്തിൽ മുറിപ്പെടുത്തിയവരോട് ക്ഷമിച്ചാൽ ദൈവം നമ്മെ സുഖപ്പെടുത്തും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. വിലാപങ്ങൾ 3-ാം അധ്യായം തരുന്ന സന്ദേശം എന്താ? നമ്മൾ തകർന്ന് തരിപ്പണമായി സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒന്നുമില്ലാതെ വട്ടപൂജ്യമായിരിക്കുന്ന സമയത്തും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്കറിയാം. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്, അതൊരിക്കലും അസ്തമിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുതൽ അതെപ്പോഴും നമുക്കുണ്ടാകും, അതൊരിക്കലും തീർന്നു പോകത്തില്ല. ഈ കരുതൽ, അതിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരികയും നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കർത്താവിൻ്റെ കരുണ ലഭിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കരുണയ്ക്കായി വിളിച്ചപേക്ഷിക്കുക. ദൈവത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തികളെ ദൈവത്തിന് ഉപേക്ഷിക്കാൻ പറ്റില്ല. ലൂക്കാ 17:8 വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, രാവും പകലും തന്നോട് വിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കുന്ന വ്യക്തികളെ
കർത്താവിനെ പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ? അവരെ പരിഗണിച്ചിരിക്കും. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിളിക്ക് തയ്യാറാവുക, വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാവുക, വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി വിളിച്ചപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. അപ്പം നമുക്കാണേലും മറ്റാർക്കെങ്കിലാണെങ്കിലും കരുണ വേണോ? നമുക്കതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. ഉൽപ്പത്തി 25-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഭൗതിക നേട്ടം ആഗ്രഹിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ഒരു വ്യക്തി, അതാണ് ഇസഹാക്ക്. ഇസഹാക്ക് വിളിച്ചപേക്ഷിക്കാൻ കാരണം, കല്യാണം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഭാര്യ റബേക്ക ഗർഭിണിയായിട്ടില്ല. അവരൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചു, അവൾ വന്ധ്യയായിരുന്നു. അതുകൊണ്ട് ഇസഹാക്ക് ചെയ്തൊരു കാര്യം, ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. ദൈവം ആ വിളി കേട്ടു, അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഉൽപ്പത്തി 25-ന്റെ 21-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. പുറപ്പാട് 32, 30 മുതൽ 32 വരെ വായിച്ചാൽ ഇസ്രായേൽ ജനം കരയുന്ന ഒരു രംഗം കാണാൻ പറ്റും. അവർ കരയുന്നു, ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം പറയാണ്, ഞാൻ അവരുടെ കരച്ചിൽ കേട്ടു. നമ്മൾ ഈ കരയാൻ തയ്യാറാകാതെ ദേഷ്യത്തോടെ വാശി വൈരാഗ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ഫലമാണ്, എന്ത് ദൈവിക പ്രവർത്തനമാണ്, ദൈവിക ഇടപെടലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? നമ്മൾ കൂടുതൽ കൂടുതൽ മോശമായി തീർത്തേ ഉള്ളൂ. അപ്പം അതിന് പകരം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം പറയും, അവരുടെ പ്രാർത്ഥന, അവരുടെ കരച്ചിൽ ഞാൻ കണ്ടു, എനിക്കവരെ സഹായിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ദൈവം. അതുപോലെ കാരുണ്യവാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. നിങ്ങളെ വളരെ വേണ്ടപ്പെട്ടവരായിരിക്കാം, അവരുടെ രോഗാവസ്ഥ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം, അവരുടെ പാപാവസ്ഥ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം, അവർ ജയിലിൽ കിടക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം, അതുപോലെ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മറ്റു പല പ്രശ്നങ്ങൾ, സാമ്പത്തിക മേഖലയിലുള്ളവരുടെ തകർച്ചകൾ, ജീവിതത്തിൽ നഷ്ടം തിരിയുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? സഹതാപം പ്രകടിപ്പിച്ചാൽ മതിയോ? പോരാ, അവർക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ആരെല്ലാം നിലവിളിച്ചോ അവരുടെയൊക്കെ നിലവിളി കേട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവത്തെയാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. സംഖ്യ 12, 13-ാമത്തെ വചനം എടുത്താൽ, സ്വന്തം സഹോദരി ഒക്കെ ക്യാൻസർ അല്ല, അതിനേക്കാൾ കൂടിയായിട്ടാണ് കുഷ്ഠരോഗം. മിർയാമിൻ്റെ ശിരസ് മുതൽ പാദം വരെ കുഷ്ഠം ബാധിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ, ഒറ്റപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന മിർയാമിനെ കണ്ട് അവർക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മോശയെ കാണാൻ പറ്റും. ദൈവം പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, പക്ഷേ അവളെ എപ്പോൾ സുഖപ്പെടുത്തും എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. 7 ദിവസം അവൾ ഈ അവസ്ഥയിൽ കഴിയട്ടെ, അതിനുശേഷം ഞാൻ അവളെ വിശുദ്ധീകരിച്ച് നിങ്ങളുടെ കൂടെ വിടാം. ഇതെല്ലാം നമ്മൾ കാണുന്നത് എന്താ? നമ്മൾ കണ്ണീരോടെ നിലവിളിച്ചാൽ ദൈവം കേൾക്കും, ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും, ദൈവം നമ്മളോട് കരുണ കാണിക്കും, ദൈവം മറ്റുള്ളവരോട് കരുണ കാണിക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി ആൾത്താരയിൽ സമർപ്പിക്കാം. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ ഈശോയുടെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ ഈ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായിട്ട് അല്പസമയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ ഈ പരിശുദ്ധ കാലയളവിൽ അവിടുത്തെ സ്നേഹവും സമാധാനവും അവിടുത്തെ സന്തോഷവും അവിടുത്തെ കരുണയും ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, കർത്താവേ ലോകം മുഴുവൻ്റെ മേലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന.